ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതേ എൽഫിനെ കുറിച്ച് പറയാനാ. നിങ്ങൾക്കറിയാവോ ആരാ എൽഫെന്ന്? ക്രിസ്മസ് ടൈമിലൊക്കെ കണ്ടിട്ടില്ലേ? പോയിൻ്റ് ഇയേഴ്സ് ഉള്ള, ബ്ലഷ് ഇട്ട പോലത്തെ ചീക്സ് ഉള്ള, റെഡ് തൊപ്പിയൊക്കെ വെച്ച് വരുന്ന പൊക്കം കുറഞ്ഞ കുസൃതി കുട്ടന്മാരെ, അവരാണ് ഈ എൽഫ്. നോർത്ത് പോളിൽ നമ്മുടെ സാന്റയുടെ ഹെൽപ്പേഴ്സാണ് ഇവർ. ക്രിസ്മസ് നൈറ്റ് കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് ഉണ്ടാക്കുക എന്നതാണ് ഇവരുടെ മെയിൻ പരിപാടി. അതുമാത്രമല്ല കേട്ടോ, നമ്മുടെ സാന്റയുടെ റെയിൻഡിയേഴ്സിനെ ടേക്ക് കെയർ ചെയ്യുന്നത് ഇവരാണ്. ഇനി ക്രിസ്മസിന് ഇവർക്ക് എന്താ പരിപാടി എന്നറിയണ്ടേ? ഡിസംബർ മാസം, അതല്ലേ നമ്മുടെ ക്രിസ്മസ് മാസം. ആ ഡിസംബർ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കുട്ടികളുള്ള വീട്ടിൽ വന്ന് ആരും കാണാതെ ഇവർ ഒളിച്ചിരിക്കുക മാത്രമല്ല കേട്ടോ, കുട്ടികൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവരറിയാതെ ഈ കുറുമ്പന്മാർ വാച്ച് ചെയ്യും. എന്നിട്ട് സാന്തയോട് ചെന്ന് പറയും ഓരോ കുട്ടിയും നോട്ടിയായിരുന്നോ നൈസായിരുന്നോ എന്ന്. അങ്ങനെ സാന്തയുടെ നൈസ് ലിസ്റ്റിൽ കയറി പറ്റിയാലേ കുട്ടികൾക്ക് ഗിഫ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോഴാണ് നമ്മൾ സാന്ത ഡിസൈഡ് ചെയ്യുന്നത് ഈ ക്രിസ്മസിന് ആർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കണമെന്ന്. പക്ഷേ എൽഫ് അത്ര സ്ട്രിക്റ്റ് ഒന്നും അല്ല കേട്ടോ. കുട്ടികളെ വാച്ച് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എൽഫും ഒത്തിരി കുറുമ്പുകൾ കാണിക്കാറുണ്ട്. അവർ കിച്ചണിൽ കയറി കുക്കീസ് കഴിക്കും, ക്രിസ്മസ് ട്രീ കയറി ഒളിച്ചിരിക്കും, സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ മിസ്പ്ലേസ് ചെയ്യും, ഫോട്ടോസിലൊക്കെ കുത്തി വരയ്ക്കും. അങ്ങനെ കുറുമ്പ് കാണിക്കാൻ എൽഫ്സ് ഒട്ടും മോശക്കാരല്ല. അങ്ങനെ കുട്ടികൾ ചെയ്യുന്ന ഓരോ നല്ല കാര്യങ്ങളും സാന്റേനെ അറിയിച്ച് അവർക്ക് ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ്സ് ഉണ്ടാക്കാനും ഈ എൽഫ്സ് സഹായിക്കും. ഈ നീല കണ്ണുള്ള എൽഫ്സിന് ഒരു കണ്ടീഷനുണ്ട് കേട്ടോ, നമ്മളാരും എൽഫിനെ തൊടാൻ പാടില്ല. എൽഫിനെ തൊട്ടാണ്ടല്ലോ എൽഫ് തിരിച്ച് നോർത്ത് പോളിൽ പോവും. പിന്നെ പിറ്റേ ദിവസമേ തിരിച്ചു വരത്തുള്ളൂ. അങ്ങനെ ഒരു ദിവസം മൊത്തം നമുക്ക് എൽഫിനെ കാണാൻ പറ്റില്ല. അങ്ങനെ ക്രിസ്മസ് ഈവ് വരെ, അതായത് 24 ഡിസംബർ നൈറ്റ് നമ്മുടെ സാന്ത വന്ന് തിരിച്ചു പോകുമ്പോൾ എൽഫും സാന്തയുടെ കൂടെ തിരിച്ച് നോർത്ത് പോളിൽ പോവും. ഇനി ഞങ്ങളുടെ വീട്ടിലെ എൽഫിനെ കാണിക്കട്ടെ. ഡിയും ഫ്രണ്ട്സും അവരുടെ എൽഫിനിട്ടിരിക്കുന്ന പേര് എൽഫി എന്നാട്ടോ. അപ്പം ഈ എൽഫിൻ്റെ പേര് എൽഫി എന്നാണ്. വാഹാ കുറുമ്പനാണ്. കണ്ടോ എവിടാ കയറിയിരിക്കുന്നതെന്ന്? ക്ലോക്കിൻ്റെ പുറത്ത് കയറിയിരിക്കുക. അപ്പോൾ ഈ വർഷത്തെ ക്രിസ്മസ് എല്ലാവർക്കും അടിപൊളിയാകട്ടെ. സാന്ത ഒത്തിരി ഗിഫ്റ്റ്സ് കൊണ്ടുവരട്ടെ. ബൈ.